ഹായ് ഓൾ, വെൽക്കം ടു നോ യുവർ കെമിസ്ട്രി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടും 3 ടോപ്പിക്സാണ്: VLC-FA, MUFA ആൻഡ് PUFA. VLC-FA or very long chain fatty acids, MUFA or mono unsaturated fatty acids, and PUFA, that is a poly unsaturated fatty acid. So നമുക്ക് 1 by 1 ആയി ഡിസ്കസ് ചെയ്യാം. So first one is VLC-FA, that is a very long chain fatty acids. So നമ്മൾ ക്ലാസിഫിക്കേഷനിൽ, അതായത് ഫാറ്റി ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ഷോർട്ട് ചെയിൻ, മീഡിയം ചെയിൻ, ലോങ് ചെയിൻ, വെരി ലോങ് ചെയിൻ. സോ അതിൽ നമ്മൾ സെയിം ആണ് വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. നമുക്കറിയാം ദ ഫാറ്റി ആസിഡ്സ് ഹാവിങ് 20 or more carbon atoms are called VLC-FA or very long chain fatty acids. അതിൽ മെയിനായിട്ടും എക്സാമ്പിൾസ് ആണ് EPA and DHA. നമുക്ക് ഫെമിലിയർ ആണ്. EPA means Eicosa penta-enoic acid. So Eicosa means 20. So 20 carbon with 5 double bonds. And DHA, Docosahexaenoic hexaenoic acid, 22 carbon with 6 double bonds. നമ്മൾ DHA എല്ലാം നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലെല്ലാം ഫെമിലിയർ ആണ്, കേൾക്കുന്നതാണ്. എത്ര % DHA, ഇത്ര എമൗണ്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ബ്രെയിൻ ഹെൽത്ത് എന്ന് പറഞ്ഞു. മെയിൻലി കുട്ടികളുടെ കേസിൽ ചിൽഡ്രൻസ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. DHA റിച്ച് എന്നെല്ലാം നമുക്ക് കേൾക്കലുണ്ട്. സോ ദാറ്റ് ഈസ് ദ സെയിം DHA. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടും VLC-FA പറഞ്ഞാൽ 20 or more കാർബൺ ഉള്ള ഫാറ്റി ആസിഡ്സ്. എക്സാമ്പിൾസ് Eicosa pentanoic acid and Docosahexaenoic hexaenoic acids. ഓക്കെ, ഇതിൽ DHA ഈസ് മെയിൻലി സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ. Okay, so DHA mainly synthesized from the linolenic acid. So linolenic acid is omega 3 category വരുന്ന omega 3 fatty acid ആണ്. 18 carbon ഉണ്ട്, 3 double bonds ഉണ്ട്. Okay, മെയിനായിട്ടും DHA is present large quantities in fish oils. So fish oilsലാണ് DHA rich ആയിട്ടുള്ളത്. It mainly helps in the development of brain and retina. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് DHA എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി DHA ലെവൽസ് കുറയുമ്പോൾ ഒരുപാട് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. സോ അതിനെക്കുറിച്ച് നമ്മൾ പറയും. ഓക്കെ, സോ നോർമലി ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് റെറ്റിന. ലോ DHA ലെവൽസ് ആർ സീൻ ഇൻ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇനി ഹ്യൂമൻ ബീയിങ്സിൽ DHA നമ്മൾ ബ്രെയിനിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട് ബിഫോർ ബർത്ത് ആൻഡ് അപ് ടു 12 വീക്സ്. ഓക്കെ, ബിഫോർ ബർത്തും ആൻഡ് അപ് ടു 12 വീക്സ് ആഫ്റ്റർ ബർത്തും. ഓക്കെ, നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പും ജനിച്ച ശേഷം ഒരു അപ് ടു 12 വീക്സ് വരെ നമ്മൾ ബ്രെയിനിൽ DHA അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഔട്ടർ സെഗ്മെൻറ്റ്സ് ഓഫ് റെറ്റിനൽ കോഡ്സ് കണ്ടെയ്ൻ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് DHA. സോ നമ്മൾ റെറ്റിനൽ റോഡ്സ് ഉണ്ടല്ലോ, സോ അതിൽ ഔട്ടർ സെഗ്മെൻറ്റ്സിലാണ് നമ്മൾ DHA ഹൈ കോൺസെൻട്രേഷനിൽ കാണുക. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാണ് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡിറ്റി ഉണ്ടല്ലോ മെംബ്രെയിന്. സോ നമ്മൾ ഈ മെംബ്രെയിനിൽ ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നത് ഈ DHAൻ്റെ പ്രസൻസ് ആണ്. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ റെറ്റിനൽ റോഡ്സിൻ്റെ ഔട്ടർ സെഗ്മെൻറ്റ്സ് കണ്ടെയ്ൻ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് DHA, സോ വിച്ച് ഗീവ്സ് ഹൈ ഫ്ലൂയിഡിറ്റി ടു ദ മെംബ്രെയിൻസ്. ഓക്കെ, സോ ദിസ് ഈസ് റിക്വയർഡ് ഫോർ ദ ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഓഫ് റോഡോപ്സിൻ. നമുക്കറിയാം റോഡ്സിലുള്ളൊരു പ്രോട്ടീൻ ഉണ്ട്, റോഡോപ്സിൻ എന്ന പ്രോട്ടീൻ. അതിൻ്റെ മൂവ്മെൻറ്റിന് എന്താ പറയുക, ഫോട്ടോ ആക്ടിവേഷൻ്റെ സമയത്ത് നമ്മൾ റെഡോപ്സിൻ്റെ ലാറ്ററൽ ആൻഡ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡിറ്റിയാണ്. സോ അതിന് കാരണം ആരാണ്? DHA ആണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ലോ DHA ലെവൽസ് റിസൾട്ട്സ് ഇൻ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ, ബിക്കോസ് റെഡോപ്സിൻ്റെ പ്രോപ്പർ മൂവ്മെൻറ്റ് നടക്കില്ല. ഓക്കെ, സോ ഫ്ലൂയിഡിറ്റി ഉണ്ടാവില്ല, നമുക്ക് ഫോട്ടോ ആക്ടിവേഷൻ നടക്കില്ല. സോ ആ പ്രോസസ്സൊക്കെ ഡിഫക്റ്റീവ് ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതാണ് മെയിനായിട്ടും. ഇനി വേറെ ചില അമിനോ ആസിഡ്സ് വേറെ ചില ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ലിഗ്നോസെറിക് ആസിഡ്, ദാറ്റ് ഈസ് 24 കാർബൺ സാച്ചുറേറ്റഡ് ആണ്, ഫാറ്റി ആസിഡ് ആണ്. അതുപോലെ നെർവോണിക് ആസിഡ്, സെയിം 24 കാർബൺ 1 ഡബിൾ ബോണ്ട് ഉള്ള ഒരു ഫാറ്റി ആസിഡ് ആണ്. പിന്നെ സെറിബ്രോണിക് ആസിഡ്, അത് സാച്ചുറേറ്റഡ് ആണ്, സെറിബ്രോണിക് ഫാറ്റി ആസിഡ്. സോ ഇതാണ് അതർ VLC-FAs വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ബ്രെയിൻ. ഓക്കെ, ഈ ഇപ്പോൾ പറഞ്ഞ 3 ഫാറ്റി ആസിഡ്സ് ആർ കമ്പോണൻറ്റ്സ് ഓഫ് സ്ഫിങ്കോമൈലിൻ. സോ സ്ഫിങ്കോമൈലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. നോട്ട് ചെയ്യാം: ലിഗ്നോസെറിക് ആസിഡ്, നെർവോണിക് ആസിഡ് ആൻഡ് സെറിബ്രോണിക് ആസിഡ്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടും നമ്മൾ VLC-FAയിൽ ഫെമിലിയർ ആക്കേണ്ട. ഈ പേരൊക്കെ നിങ്ങൾ റിപ്പീറ്റഡായി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിക്കോളും. ഓക്കെ, ആദ്യം കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ അത് റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇനി
നമ്മുടെ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ നോർമലി പാർട്ട്ലി ഓക്സിഡൈസ് ചെയ്യും, പെറോക്സിസോംസിലാണ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആർ പാർട്ട്ലി ഓക്സിഡൈസ്ഡ് ഇൻ ദ പെറോക്സിസോം ടു സ്മോളർ ഫാറ്റി ആസിഡ്സ്. ഓക്കെ, വിച്ച് ദെൻ ക്ലീവ് ദ പെറോക്സിസോംസ് ടു എൻ്റർ മൈറ്റോകോൺഡ്രിയ. അതായത് പെറോക്സിസോംസിൽ വെച്ച് പകുതി ഓക്സിഡേഷൻ നടക്കും, എന്നിട്ട് പിന്നെ പെറോക്സിസോംസ് വിട്ട് മൈറ്റോകോൺഡ്രിയയിലേക്ക് പോകും. ഓക്കെ, സോ നോർമൽ ഫാറ്റി ആസിഡ്സിന് നമുക്കറിയാം ബീറ്റ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് നടക്കുക. അത് നമ്മൾ മെറ്റബോളിസം പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ നോർമൽ ഫാറ്റി ആസിഡ് അണ്ടർഗോ ബീറ്റ ഓക്സിഡേഷൻ ആണ്. സോ ഇവിടെ പെറോക്സിസോമൽ ഓക്സിഡേഷൻ ആണ് ഏതിൻ്റെ കേസിൽ? VLCFA, വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ കേസിൽ. അത് മോർ ദാൻ 20 കാർബൺ ഉള്ള ഫാറ്റി ആസിഡ്സിൻ്റെ കേസിൽ. പെറോക്സിസോമൽ ഓക്സിഡേഷനും ബീറ്റ ഓക്സിഡേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞാൽ, peroxisomal oxidation differs from the beta oxidation in that the electrons from the FADH2 are directly donated to oxygen to form hydrogen peroxide. So beta oxidation പഠിക്കുമ്പോൾ മനസ്സിലാവാൻ അവിടെ FAD linked dehydrogenase റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ പെറോക്സിസോമൽ ഓക്സിഡേഷനിൽ FADH2 എന്നുള്ള ഇലക്ട്രോൺസ് ഡയറക്റ്റ്ലി ഓക്സിജനിലേക്ക് പോയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? പെറോക്സിസോമൽ ഓക്സിഡേഷനിൽ. ഓക്കെ, സോ ഇതാണ് മെയിൻ ഡിഫറൻസ്. അതുപോലെ തന്നെ ഈ പെറോക്സിസോമൽ ഓക്സിഡേഷനിൽ ഈ ഒരു FADH ലിങ്ക്ഡ് പ്രോസസ്സ് നടക്കുമ്പോൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ബീറ്റ ഓക്സിഡേഷനിൽ ദർ ഈസ് പ്രൊഡക്ഷൻ ഓഫ് ATP. ഓക്കെ, ഇനി പെറോക്സിസോമൽ പ്രൊഡക്ഷൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് എന്താ ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു? ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നു. സോ ദിസ് ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രൊഡക്ഷൻ ഈസ് വൺ ഓഫ് ദ മെക്കാനിസംസ് ടു കിൽ ബാക്ടീരിയ ബൈ ന്യൂട്രോഫിൽ. അത് ഫാഗോസൈറ്റോസിസിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രൊഡക്ഷൻ ബൈ പെറോക്സിസോമൽ ഓക്സിഡേഷൻ. ഓക്കെ, ഇനി ഈ എക്സസ് ആയിട്ടും നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹാംഫുൾ ടു അവർ ബോഡി. സോ നമ്മൾ ആവശ്യമുള്ള മാത്രമാണ് ഈ ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സിലേക്ക് പോവുക. ബാക്കിയുള്ള അൺവാണ്ടഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഡീടോക്സിഫൈ ചെയ്യും. സോ അങ്ങനെ ഡീടോക്സിഫൈ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാറ്റലൈസ്. ഓക്കെ, ഇനി അനദർ വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞാൽ ദിസ് കാറ്റലൈസ് ഈസ് ദ മാർക്കർ എൻസൈം ഫോർ പെറോക്സിസോം. ഓക്കെ, സോ അതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പെറോക്സിസോമൽ മാർക്കർ എൻസൈം നമ്മൾ എൻസൈമോളജി പഠിക്കും, എങ്കിൽ കൂടി ഇപ്പോൾ നോട്ട് ചെയ്യാം. പെറോക്സിസോമൽ മാർക്കർ എൻസൈമാണ് കാറ്റലൈസ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ VLCFൻ്റെ ഓക്സിഡേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ ഈ ഡെഫിഷ്യൻറ്റ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻറ്റ് പെറോക്സിസോമൽ ഓക്സിഡേഷൻ വിൽ ലീഡ്സ് ടു എ ഡിഫക്റ്റ് നോൺ ഇസ് എഡ്രിനോലൂക്കോഡിസ്ട്രോഫി. ഓക്കെ, സോ ഈ എഡ്രിനോലൂക്കോഡിസ്ട്രോഫിയിൽ VLCFA പ്രോപ്പറായിട്ട് ഓക്സിഡൈസ് ചെയ്ത് പോവില്ല. സോ അത് അക്യൂമുലേറ്റ് ചെയ്യും. മെയിൻലി മൈലിൻ ഷീറ്റിൽ ബ്രെയിനിലൊക്കെ അക്യൂമുലേറ്റ് ചെയ്തിട്ട് മൈലിൻ ഷീറ്റെല്ലാം ഡിസ്ട്രോയ് ചെയ്തു പോകും. ഓക്കെ, സോ അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ വേറൊന്ന് സെൽവേഗർ സിൻഡ്രോം, യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. സോ അവിടെ പറഞ്ഞാൽ പെറോക്സിസോമൽ എൻസൈംസ് ആർ നോട്ട് ട്രാൻസ്പോർട്ടഡ് കറക്റ്റ്ലി ഇൻ ടു പെറോക്സിസോം. ഓക്കെ, സോ പെറോക്സിസോമൽ എൻസൈംസ് കറക്റ്റായിട്ടും പെറോക്സിസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവില്ല. ഓക്കെ, അതാണ് വേറൊരു, അത് പെറോക്സിസോംസ് എംപ്റ്റി ആയിരിക്കും. ഓക്കെ, ഇതാണ് സെൽവേഗർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ സെൽവേഗർ സിൻഡ്രോം, അഡ്രിനോലൂക്കോഡിസ്ട്രോഫി ആൻഡ് ഇൻഫൻറ്റൈൽ റെവ്സംസ് ഡിസീസ്, ഈ 3 ഡിസോർഡേഴ്സിനെ പറയുന്ന പേരാണ് പെറോക്സിസോമൽ ബയോജനറ്റിക് ഡിസോർഡേഴ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ VLCFനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ദറ്റ് ഈസ് മിഫ ഓർ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഓക്കെ, സോ മോണോ അൺസാച്ചുറേഷൻ മീൻസ് ഒറ്റ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾസ് പാൽമിറ്റോലിക് ആസിഡ് 16 carbon 1 double bond and oleic acid is 18 carbon 1 double bond. മെയിൻലി പാൽമിറ്റോലിക് ആസിഡ്, ഒലീക് ആസിഡ് എവിടെ? ഹ്യൂമൻ ബോഡി ഫാറ്റിലാണ് ഇത് ഉണ്ടാവുക. ദെൻ എറൂസിക് ആസിഡ് 22 carbon 1 double bond, നോർമലി സീൻ ഇൻ മസ്റ്റാർഡ് ഓയിൽ ആൻഡ് റേപ്പ് സീഡ് ഓയിൽ. ദെൻ നെർവോണിക് ആസിഡ്, ആ പേര് തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബ്രെയിൻ, 24 carbon 1 double bond. ഓക്കെ, ഇതാണ് മെയിനായിട്ടും mono unsaturated fatty acid. Okay, so next is very very important topic, PIFA or poly unsaturated fatty acids. Okay, ഏതൊക്കെയാണ് poly unsaturated fatty acids? Linoleic acid 18 carbon with 2 double bonds, linoleic acid 18 carbon with 3 double bonds and arachidonic acid, അത് നമുക്ക് ഫെമിലിയർ ആണ്. ഇത് 20 carbon with 4 double bonds. Okay, ഇനി PIFA അല്ലെങ്കിൽ poly unsaturated fatty acids in use, and it is used for the esterification of cholesterol and
എക്സ്ക്രീഷൻ ഓഫ് കൊളസ്ട്രോൾ. സോ കൊളസ്ട്രോളിൻ്റെ എസ്ട്രിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ദെർബൈ ഹെൽപ്സ് ഇൻ ദ എക്സ്ക്രീഷൻ ഓഫ് കൊളസ്ട്രോൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ആൻറ്റി അതെറോജനറ്റി പ്രോപ്പർട്ടിയാണ് പിഫയ്ക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറയാൻ പോകുന്നത്, ഇത് കൂടുതലും ഗുഡ് ക്വാണ്ടിറ്റീസ് പിഫ ക്യാൻ ബി സീൻ ഇൻ വെജിറ്റബിൾ ഓയിൽസ്, മെയിൻലി സൺഫ്ലവർ ഓയിലാണ് ഇത് മെയിനായിട്ടും കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എസ്ട്രിഫിക്കേഷൻ ഓഫ് കൊളസ്ട്രോൾ, ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എക്സ്ക്രീഷൻ. ഓക്കെ, സോ നമ്മൾ ജനറലി ഇത് ആൻറ്റി അതെറോജനിക് പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് ന്യൂട്രീഷണലി എസെൻഷ്യൽ ആണ്. ഓക്കെ, സോ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് ഇത്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോസ്റ്റഗ്ലാൻഡിൻസ്, ത്രോംബോക്സൈൻ, അതുപോലെ ലുക്കോട്രൈൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, ഇനി പിഫ ഫോം ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. സോ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ്റെ മെയിൻ പാർട്ട് പറഞ്ഞാൽ അവിടെ പ്യൂഫയാണ് ഉണ്ടാവുക. ഓക്കെ, ലിപ്പിഡ്സിൻ്റെ പോർഷൻ പ്യൂഫയാണ്. സോ ഈ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി, ഇപ്പോൾ പിഫ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഓക്സിഡേഷനൊക്കെ പ്രോപ്പർ നടക്കില്ല, ദറ്റ് വിൽ റെഡ്യൂസ്. ഓക്കെ, then membrane component ആണ്. ഓക്കെ, സോ പിഫ ഈസ് എ മേജർ മെംബ്രെയിൻ കമ്പോണൻറ്റ്. ദെൻ മെയിനായിട്ടും അരക്കിഡോണിക് ആസിഡ് ആണ്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 10 to 15% ഓഫ് ദ ഫാറ്റി ആസിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ മെംബ്രെയിൻ ഈസ് അരക്കിഡോണിക് ആസിഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പിഫയിലുള്ള ഡബിൾ ബോൺസ് ഒക്കെ സിസ് കോൺഫിഗറേഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ സിസ് കോൺഫിഗറേഷൻ, ഡബിൾ ബോൺസ് ഒക്കെ സിസ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ പിഫ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ പിഫ വിൽ ഇൻക്രീസ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ മെംബ്രെയിൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഫാസ് ആർ മോർ പ്രോൺ ടു പെറോക്സിഡേഷൻ. സോ ഫ്രീ റാഡിക്കൽ ഡാമേജ് എല്ലാം ഉണ്ടാവും ഈ പെറോക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട്. ഈ പിഫ മെംബ്രെയിനുള്ള പിഫ ദേ ആർ മോർ പ്രോൺ ഫോർ ഫ്രീ റാഡിക്കൽ ഡാമേജ്. ഓക്കെ, സോ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയുക, മെയിനായിട്ടും നമ്മൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ ഓർക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. മെയിനായിട്ടും കൊളസ്ട്രോൾ എസ്ട്രിഫിക്കേഷൻ പറയണം, മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി പറയണം. ഓക്കെ, ഫ്രീ റാഡിക്കൽ ഡാമേജ് അതൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടും പിഫയിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് VLCFA, മിഫ ആൻഡ് പിഫ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.